അവരുടെ ചെരുപ്പ് ധരിക്കാറില്ലേ? ആ ചെരുപ്പ് പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്തേ ചെരുപ്പ് ദുആ ചെയ്യുന്നത്? രണ്ട് ചെരുപ്പുകളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സബ്ബിത് ഖദമൈഹി അലസ്സിറാത്ത്. പടച്ചവനെ, നാളെ ആഖിറത്തിൽ നരകത്തിന് മീതെ ഉയർത്തപ്പെട്ട ഒരു പാലമുണ്ട്. ആ പാലം നമുക്ക് കടക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിലവർ ഇടിമിന്നുന്ന വേഗത്തിൽ വിട്ടുകിടക്കും, ചിലവർ ഇഴഞ്ഞിഴഞ്ഞങ്ങനെ കടക്കും. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ആ നരകത്തിന്റെ മീതെയുള്ള സിറാത്ത് കടക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരി, പവിത്രമായ റമളാൻ വരുന്നു എന്ന് കരുതി സന്തോഷിച്ചുകൊണ്ട്, അല്ലാഹുവിൽ ശുക്ർ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് റമളാനിനെ വരവേൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ആ ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സബ്ബിത് ഖദമൈഹി അലസ്സിറാത്ത്. പടച്ചവനെ, ഈ സഹോദരന്, ഈ സഹോദരിക്ക് നാളെ മഹ്ശറയിൽ അവരുടെ കാൽപാദങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയാസം കൂടാതെ, ഒരു ചാഞ്ചാട്ടവും കൂടാതെ ഈ സിറാത്ത് വിട്ടുകിടക്കാൻ അല്ലാഹുവേ ഭാഗ്യം നൽകണേ എന്ന് ദുആ ചെയ്യും. കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവനൊരു പാത്രം ഉപയോഗിച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ പിടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അവൻ ഭക്ഷണം കഴിക്കുന്ന പാത്രമുണ്ടല്ലോ, ആ പാത്രം വരെ അവന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഅതിഹി മിൻ അക്വാബിൽ ജന്നാ. പടച്ചവനെ, ഈ പാവപ്പെട്ട നോമ്പുകാരന് നിനക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചവരാണ്, നിനക്ക് വേണ്ടി അന്നപാനീയങ്ങൾ ഒഴിവാക്കിയവരാണ്. ഈ സഹോദരന് നാളെ സ്വർഗത്തിൽ സ്വർഗീയ പാത്രങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഇന്ന് നമ്മുടെ പാത്രം ദുആ ചെയ്യുമ്പോ നമ്മൾ ഉളൂ ചെയ്യുന്ന വെള്ളമുണ്ടല്ലോ, ആ ഉളൂ ചെയ്യുന്ന വെള്ളം, ആ സമയത്ത് ഓരോ വെള്ളത്തുള്ളികളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ തഖ്ഫിർഹു മിനദ്ദുനൂബി വൽ ഖതായാ. പടച്ചവനെ, ഈ നോമ്പുകാരന്റെ ഓരോ വെള്ളത്തുള്ളികളും മുറ്റി വീഴുമ്പോ ആ സഹോദരന് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞില്ല, വീണ്ടും അവൻ നിസ്കാരത്തിന് വേണ്ടി ഒരു റൂമിൽ ഒരുമിക്കുമ്പോ, അല്ലെങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോ ആ റൂമും ആ സ്ഥലവും അവന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ വസ്സി ഖബറഹു. വിശാലമില്ലാത്ത ഇരുട്ടറക്കുള്ളാകുന്ന ഖബറാണല്ലോ നമ്മുടെ ആദ്യമായിരിക്കുന്ന പാരത്രികമായ ലോകത്തെ വീട്. ആ ഖബർ വിശാലമാകലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നോമ്പുകാരൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മൾ നിസ്കരിക്കുന്ന ആ റൂമുണ്ടല്ലോ, ആ റൂമിലെ ഓരോ കല്ലുകളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, നാളെ ഈ മനുഷ്യൻ പോയിക്കൊണ്ട് കേവലം ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത ആ ഖബറിൽ കിടക്കുമ്പോ, അല്ലാഹുവേ, ഈ മനുഷ്യർക്ക് നീ വിശാലമാക്കി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരി, എന്റെ സഹോദരാ, വീട് വിട്ടിറങ്ങുന്നൊരു നിമിഷമില്ലേ, മക്കളെ കൊണ്ടുപോകുന്നൊരു നിമിഷമില്ലേ, നമ്മൾ കെട്ടിപ്പടുത്ത വീട്ടിൽ നിന്ന് മണ്ണറയിലേക്ക് കൊണ്ടുപോകുന്നൊരു നിമിഷമില്ലേ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ ഭാവിട്ടു നീ കരയേണ്ടതാ. ഉസ്മാനെ, നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിലാണ്. സ്വർഗത്തിലെല്ലാവർക്കും ഒരു കൂട്ടുകാരുണ്ട്. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് പുണ്യനബി പറഞ്ഞിട്ട് പോലും സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയുടെ ഭ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ, ജന്നത്തുൽ ബഖീയിലേക്ക് കയറുമ്പോ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ ഉപ്പയെ മറവ് ചെയ്തപ്പോ, നമ്മുടെ ഉമ്മയെ മറവ് ചെയ്തപ്പോ, സഹോദരങ്ങളെ മറവ് ചെയ്തപ്പോ, എന്റെ സഹോദരി, നിന്റെ ഉമ്മയുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് ആ കട്ടിലേറ്റി ആളുകൾ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോ ഒരു സമയമെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ
നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നെന്റെ ഉമ്മ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടു, എന്റെ ഉപ്പയെ ഞാൻ കൊണ്ടുപോയി, എന്റെ ഉപ്പയെ ഖബറിലേക്ക് യാത്രയാക്കി. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പോകേണ്ടവനാണ്. എന്റെ ഉമ്മയെ യാത്രയാക്കിയതുപോലെ എന്റെ മകനും എന്നെ യാത്രയാക്കുന്നൊരു നിമിഷമുണ്ട്. ഖബറിലടക്കം ചെയ്ത് ഒരുപക്ഷേ നമ്മുടെ ഉപ്പയുടെ ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് വേണ്ടി പോകുമ്പോ ഒന്ന് മനസ്സിൽ ചിന്തിക്കാറുണ്ടോ? നാളെ എനിക്കും വരാനുള്ളത് ഈ ഉപ്പ കിടക്കുന്ന ഈ പള്ളിത്തൊടുവിലാണ്, ഈ ഖബറിലേക്കാണെന്ന ചിന്ത നമുക്ക് വരാനുണ്ടോ? സയ്യിദനാ ഉസ്മാൻ തങ്ങൾ കണ്ടോ? ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരയും. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ ഉസ്മാനേ, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? സ്വർഗത്തിലെ റസൂലുള്ളാഹിന്റെ കൂടെയല്ലേ? ഹബീബിന്റെ പൊന്നുമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ? അങ്ങെന്തിനാ കരയുന്നത്? അപ്പോഴും ഉസ്മാൻ തങ്ങൾ പറയാറ്, സഹാബാ, സ്വർഗം എനിക്ക് പ്രശ്നമല്ല, നരകം എനിക്ക് പ്രശ്നമല്ല. സ്വർഗത്തിൽ എനിക്ക് കൂട്ടുകാരുണ്ട്, നരകത്തിലും കൂട്ടുകാരുണ്ട്. ഖബറിൽ ആരുമില്ലല്ലോ, മക്കളില്ല, കുടുംബങ്ങളില്ല, സ്നേഹിതന്മാരില്ല, ഈ കാണുന്ന ആൾക്കൂട്ടമില്ല. ആ ഖബറിൽ നമ്മൾ കഴിയുമ്പോൾ രക്ഷ തേടാൻ വേണ്ടിയാണ് നോമ്പുകാരൻ നിസ്കരിക്കുന്ന. അവന്റെ ആ റൂമിൽ ഓരോ കല്ലുകളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരി, വളരെ പ്ലാനിങ്ങോടുകൂടെ ആത്മാർത്ഥമായി റമളാനിനെ വരവേൽക്കാൻ തയ്യാറായിക്കോ. ബന്ധങ്ങളൊക്കെ ഊട്ടുറപ്പിച്ചുകൊണ്ട് ആരോടും വിദ്വേഷം വേണ്ട, ആരോടും ദേഷ്യം വേണ്ട, ആരോടും കഷ്ടപ്പാടുകൾ വേണ്ട. നല്ല മനസ്സോട്